ഇത് ഞാൻ ഇപ്പോൾ നിങ്ങളൊരു ഇൻ്റർനാഷണൽ ട്രിപ്പ് പോകാൻ തുടങ്ങുമെന്ന് വിചാരിച്ചു. ആദ്യമായിട്ടാണ് നിങ്ങൾ ഇൻ്റർനാഷണൽ ട്രിപ്പ് പോകണേ, ഇതുവരെ പോയിട്ടില്ല. അപ്പോൾ ഭയങ്കര ബേസിക് ആയിട്ടുള്ള സംഭവം കേട്ടോ. ഇപ്പം നിങ്ങൾ ഓൾറെഡി പോയിട്ടൊക്കെ ഉണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് ഇതെന്ത് തേങ്ങ പറയുന്നതെന്ന് തോന്നുമായിരിക്കും. പക്ഷെ ഞാൻ ആദ്യമായിട്ട് പോയപ്പം എനിക്ക് ഫേസ് ചെയ്ത കുറേ സംഭവങ്ങളാണ് ഞാൻ പറയാൻ പോണേ. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് ഒറ്റയ്ക്കാണ് ഒരു പാക്കേജ് ഒന്നും എടുക്കാണ്ടാണ് പോകാൻ പ്ലാൻ ചെയ്യുന്നതെങ്കിൽ, ഫസ്റ്റ് തിങ് നമ്മൾ ടിക്കറ്റിനും അവിടുത്തെ സ്റ്റേക്കും ആയിരിക്കും ഏറ്റവും കൂടുതൽ പൈസ വരിക. അപ്പോൾ ടിക്കറ്റ് നമ്മൾ 1-2 മാസം മുമ്പ് എടുത്തു വെച്ചാൽ പൈസ കുറയുമെന്ന് എല്ലാവരും പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ ഞാനും ചെയ്തു. അപ്പോൾ ഞാൻ സ്കൈ സ്കാനർ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ വെച്ചിട്ടാണ് ഈ ടിക്കറ്റൊക്കെ കമ്പയർ ചെയ്യുന്നത്, ടിക്കറ്റിൻ്റെ റേറ്റൊക്കെ. പക്ഷെ അതിനകത്ത് കയറി നമ്മൾ കമ്പയർ ചെയ്ത് നോക്കി കഴിയുമ്പം അതിൻ്റെ ഉള്ളിൽ ഇത് ശരിക്കും ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നൊരു സാധനം അല്ല കേട്ടോ സ്കൈ സ്കാനർ എന്ന് പറഞ്ഞാൽ. അതിൽ നമുക്ക് ജസ്റ്റ് ഏത് പ്ലാറ്റ്ഫോമിലാണ് പൈസ കുറവെന്ന് അവർ കാണിച്ചു തരും. അപ്പോൾ അതിലെ കുറേ പ്ലാറ്റ്ഫോമൊക്കെ എനിക്ക് ജെന്യൂനായിട്ടല്ല, നമ്മൾ അധികം കാണാത്ത കുറേ സാധനങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കയറിയിട്ട് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ Paytm അല്ലെങ്കിൽ trip.com അങ്ങനെ കുറേ സാധനം കാണുമ്പോൾ ഇത് നമ്മൾ എവിടെ കണ്ടിട്ടുള്ളതെന്നൊരു സംഭവം വരില്ലേ. പക്ഷേ ഈ പൈസ കുറഞ്ഞ് കാണിക്കുന്ന സാധനമൊക്കെ പലതും ഇതുവരെ കാണാത്ത സാധനങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഏറ്റവും നല്ലത് എനിക്ക് തോന്നുന്നു അവരുടെ ഒഫീഷ്യൽ, ഇപ്പോൾ നമ്മൾ ഇൻഡിഗോയിലാണ് പോകുന്നതെങ്കിൽ ഇൻഡിഗോൻ്റെ ഒഫീഷ്യലിൽ നിന്ന് കയറുക, എയർ ഏഷ്യയിലാണ് പോകുന്നതെങ്കിൽ എയർ ഏഷ്യയിൽ കയറി നോക്കുക. അങ്ങനെയാണെങ്കിൽ അതിലൊരു ലോയൽറ്റി, നമ്മളൊരു പ്രൊഫൈൽ ഉണ്ടാക്കിയിട്ട് കഴിഞ്ഞാൽ നമ്മൾ കുറേ ട്രിപ്പുകളൊക്കെ പോകുന്ന ഒരാളാണെങ്കിൽ അതിനകത്തായിട്ട് കൂടുതൽ പോയിൻ്റൊക്കെ ആഡ് ചെയ്ത് പിന്നെ നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ അതിൽ നിന്ന് ഓഫർ കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഒരേ സംഭവം തന്നെ എല്ലാത്തിലും യൂസ് ചെയ്യാം. ഇപ്പോൾ ഒരെണ്ണത്തിലൊരു പ്ലാറ്റ്ഫോം എടുത്തു, വേറൊരെണ്ണത്തിൽ വേറെണ്ണം എടുത്തു, അങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു ട്രസ്റ്റ് കിട്ടൂല. അതായത് ട്രസ്റ്റ് അല്ല, ഇപ്പോൾ നമ്മൾ ഒരെണ്ണത്തിൽ തന്നെ ഇതെല്ലാം ചെയ്യുവാണെങ്കിൽ നമ്മൾ അവരുടെ ഒരു ലോയൽ കസ്റ്റമർ ആവും. അപ്പോൾ അവർക്ക് നമുക്ക് കുറേ കൂടെ ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ തരും. അപ്പോൾ നമ്മൾ റൂമൊക്കെ ബുക്ക് ചെയ്യുകയാണെങ്കിൽ ഒന്നേൽ booking.com മാത്രം യൂസ് ചെയ്തിട്ട് ബുക്ക് ചെയ്യാം. അപ്പോൾ അവർ കുറേ കഴിയുമ്പം കുറച്ചധികം നമ്മളതിൽ തന്നെയാണ് ബുക്ക് ചെയ്യുന്നതെന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ഓഫറുകൾ തരും. അപ്പോൾ ഫസ്റ്റ് വണ്ണ് ടിക്കറ്റ്, അതിനാണ് ഏറ്റവും കൂടുതൽ പൈസയാവുക. അപ്പോൾ നമ്മളൊരു എക്സാമ്പിൾ, നമ്മൾ മലേഷ്യ പോകാമെന്ന് വെച്ചോ. അപ്പോൾ ഞാൻ കൊച്ചിയിൽ നിന്നാണ് നമുക്ക് ഡയറക്റ്റ് ഫ്ലൈറ്റ് ഉള്ളത്. കൊച്ചിയിൽ നിന്നുള്ള ഫ്ലൈറ്റ് സെയിം എയർലൈൻ തന്നെ 2 വേ, അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും ബുക്ക് ചെയ്തിടുക. അങ്ങനെ ആകുമ്പോൾ പൈസ കുറഞ്ഞ് കിട്ടും. പിന്നെ അടുത്തത് അക്കോമഡേഷൻ, അവിടെയുള്ള ഹോട്ടൽ. ഇപ്പം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാൻ പോയതിൽ എനിക്ക് പറ്റിയ കുറച്ച് മിസ്റ്റേക്കുകൾ കൊണ്ട് പറഞ്ഞു തരുന്ന സംഭവങ്ങളാണിത്. അതായത് നമ്മളിപ്പോൾ എവിടെയെങ്കിലും പോകുമ്പം അവിടുത്തെ മെയിൻ അട്രാക്ഷൻ അതിൻ്റെ അടുത്ത് ബുക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇറങ്ങി പോവാനും അവിടെ പോയി കാണാനൊക്കെ അടിപൊളിയായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ കുറച്ച് ദൂരെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇത് അതിൻ്റെ അടുത്തേക്ക് പോകലൊക്കെ നമുക്ക് റൂമിൽ നിന്ന് അങ്ങ് ഇറങ്ങി പോകണ്ടേ എന്നുള്ളൊരു സംഭവം വരും. അപ്പം നമ്മൾ നോക്കുമ്പം ഈ വലിയ ഫേമസ് ആയിട്ടുള്ള സാധനത്തിൻ്റെ അടുത്തൊക്കെ കുറച്ച് പൈസ കൂടുതലായിരിക്കും. വലിയ പൈസയൊന്നും കൂടുതലുണ്ടാവില്ല. അത് ബുക്ക് ചെയ്താൽ നമുക്ക് ഈസി ആയിട്ട് അവിടെ നിന്നുള്ള വ്യൂ തന്നെ, ഹോട്ടലിൽ നിന്നുള്ള വ്യൂ തന്നെ ഇങ്ങനെയുള്ള അട്രാക്ഷൻ്റെ അടുത്താണെങ്കിൽ, അപ്പം നല്ല ടൂറിസ്റ്റ് പ്ലേസുകളുടെ അടുത്താണെങ്കിൽ അത് തന്നെ ഭയങ്കര നമുക്കൊരു പോസിറ്റിവിറ്റി ആയിരിക്കും. ഇപ്പം നമ്മൾ ഏതൊരു ഊള സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ബുക്ക് ചെയ്തു, നമ്മൾ പൈസ മാത്രം നോക്കി ബുക്ക് ചെയ്തിട്ട് അവിടെ പോയിട്ട് അവിടുന്ന് പിന്നെ ഏതെങ്കിലും ലൊക്കേഷനിലായിട്ട് പോകാൻ കഷ്ടപ്പാടാണ്, അല്ലെങ്കിൽ ആ റൂമിൽ നിന്ന് പുറത്തേട്ട് നോക്കുമ്പോൾ ഫുള്ള് അലമ്പാണെന്നൊക്കെ ആണെങ്കിൽ അവിടെ തന്നെ നമ്മുടെ മൂഡ് പോയി. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മൾ എന്തായാലും ട്രിപ്പ് പോകുന്ന സംഭവങ്ങളൊക്കെ കാണാൻ വേണ്ടിയാണ്. അപ്പം നമ്മൾ നാട്ടിലുള്ളപ്പോൾ ഇവിടെ അത്യാവശ്യം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടൊക്കെ നിൽക്കുക. പുറത്ത് പോകുമ്പം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് തന്നെ, പക്ഷെ പുറത്ത് പോകുമ്പം ഈ വ്യൂവും കാര്യങ്ങളൊക്കെ ഉള്ള ഹോട്ടലും റിസോർട്ടൊക്കെ നോക്കി തന്നെ ബുക്ക് ചെയ്യുക. കാരണം നമ്മൾ പോകുന്നത് കാണാൻ വേണ്ടിയാണല്ലോ. അവിടെ പോയിട്ട് ഒന്നും കാണാണ്ട് ഏതെങ്കിലും റൂമിൻ്റെ 4 ചുമരിൻ്റെ ഉള്ളിൽ അടച്ചിരുന്നിട്ട് കാര്യമില്ല. അപ്പോൾ അങ്ങനെ ബുക്ക് ചെയ്യുന്നതായിരിക്കും കുറേ കൂടെ ബെറ്റർ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഞാനിത് രണ്ടും ട്രൈ ചെയ്ത് നോക്കി. അപ്പം ഈ ജസ്റ്റ് ഒരു ഹോട്ടൽ റൂമിൻ്റെ ഉള്ളിലിരിക്കുമ്പം കിട്ടുന്ന ഫീലിനേക്കാളും നല്ലൊരു വ്യൂ ഒക്കെ ഉള്ള ഒരു സ്ഥലത്തിരിക്കുമ്പം നമുക്ക് കുറേ കൂടെ നമ്മൾ റിലാക്സ് ചെയ്യാനാണ് പോയി ഇരിക്കുന്നതെങ്കിലും അവിടെ നമുക്ക് ഈ സംഭവങ്ങളൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്. മറ്റേത് ജസ്റ്റ് ഒരു റൂം, അവിടെ പോയി കിടന്നുറങ്ങുന്നു, അത്രേ ഉള്ളൂ. പിന്നെ നമ്മൾ ഏത് കൺട്രിയിലായിട്ടാണ് പോകുന്നതെങ്കിലും അവിടെ വിസ ഉണ്ടോ, അതായത് വിസ ഓൺ അറൈവലാണോ, ഈ വിസ ഉണ്ടോ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമ്മൾ നോക്കി വെക്കണം. ഇപ്പം മിക്ക കൺട്രികളിലും അവിടേക്ക് ചെല്ലുമ്പം എന്തെങ്കിലുമൊക്കെ ഫോം ഫില്ല് ചെയ്യാനുണ്ടാവും.
ഇപ്പം അറൈവൽ ചെയ്യുമ്പോൾ നമുക്ക് എന്തെങ്കിലും രോഗമുണ്ടോ, ഏത് കൺട്രിയിൽ നിന്നാണ് വരുന്നത്, ഇതിനു മുമ്പ് നമ്മൾ ഏതെങ്കിലും കൺട്രിയൊക്കെ വിസിറ്റ് ചെയ്തിട്ടുണ്ടോ, പിന്നെ ഏത് ഫ്ലൈറ്റിനാണ് വരുന്നത്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ മിക്ക കൺട്രീസിലും ഇപ്പം ചെറിയൊരു ആപ്ലിക്കേഷനോ അല്ലെങ്കിൽ അവിടെ എത്തുന്നതിനൊരു 3 ദിവസം മുമ്പ് ഫില്ല് ചെയ്യാൻ മിക്ക കൺട്രീസും പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് നമ്മൾ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് വെച്ചേക്കണം. ഇപ്പോൾ ബാലിക്കാണ് പോകുന്നതെങ്കിൽ അവിടെ ഉണ്ട്, ഇന്തോനേഷ്യയിൽ ഇങ്ങനത്തെ സംഭവങ്ങളെല്ലാം ഉണ്ട്. പിന്നെ അവിടെ വിസ വേണം നമുക്ക്. ഒന്നെങ്കിൽ അവിടെ ചെന്ന് ഇറങ്ങിയിട്ട് വിസ ഓൺ അറൈവൽ എന്ന് പറയും, അതെടുക്കാം. അല്ലെങ്കിൽ നമുക്ക് വിസ എടുക്കാം. നമുക്ക് ഓൾറെഡി നമ്മുടെ ഡീറ്റെയിൽസൊക്കെ അവരുടെ ഒഫീഷ്യൽസ് വെബ്സൈറ്റിൽ പോയിട്ട് ഫില്ല് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വിസ കിട്ടും. അതാണ് കുറച്ചുകൂടെ ബെറ്റർ. കാരണം നമ്മൾ അവിടെ പോയി ഇറങ്ങി ഇപ്പോൾ കുറച്ച് റഷൊക്കെ ഉണ്ടെങ്കിൽ, കുറേ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ക്യൂ ഇങ്ങനെ നിൽക്കേണ്ടി വരും. മറ്റേതാണെങ്കിൽ ഓൺലൈനാണ്, അത് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് അന്ന് തന്നെ അപ്പം തന്നെ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നത്. ഇന്തോനേഷ്യൻ്റെ ഒക്കെ അപ്പം തന്നെ കിട്ടി, അപ്പം തന്നെ സംഭവം കിട്ടും. ഈ വിസ ഫ്രീ ആയിട്ടുള്ള കുറേ രാജ്യങ്ങളുണ്ട്, അവിടെയാണെങ്കിൽ നമുക്കിതൊന്നും ആവശ്യമില്ല. ഇപ്പം ഞാൻ കംബോഡിയ പോയപ്പോൾ ഞാൻ വിസ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അവിടെ ചെന്ന് വിസ ഓൺ അറൈവലാണ്, അവിടെ ചെന്ന് ഇറങ്ങിയിട്ടാണ് വിസ എടുത്തത്. അവിടെ പക്ഷെ നമ്മൾ ചെല്ലുമ്പോൾ വലിയ ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല. നേരെ ചെന്നു $30 കൊടുത്തു, അവർ സ്റ്റാമ്പ് ചെയ്ത് നമ്മുടെ കയ്യിൽ ഇങ്ങനെ ഒട്ടിച്ചു തരും. ഇത് നമുക്കൊരു ഓൺലൈനിൽ നിന്ന് ഒരു സാധനം കിട്ടും, അത് നമ്മൾ പ്രിൻ്റ് എടുത്ത് വെക്കണം. പിന്നെ അവിടെ ചെല്ലുമ്പോൾ ഓട്ടോമാറ്റിക് അത് നമ്മൾ എടുത്തത് നമ്മുടെ പാസ്പോർട്ടുമായിട്ട് ലിങ്ക് ആയിട്ടുണ്ടാവും. അപ്പം ഇമിഗ്രേഷൻ ടൈമിൽ അവർക്ക് അറിയാൻ പറ്റും നമ്മൾ ഓൾറെഡി ഇത് വിസ എടുത്തിട്ടുണ്ടെന്ന്. പിന്നെ ഉള്ള സംഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് ഡോളർ കൺവേർട്ട് ചെയ്ത് വെക്കണം. നമ്മുടെ ഇന്ത്യൻ മണി മിക്ക സ്ഥലത്തും പോയി കഴിഞ്ഞാൽ കൺവേർട്ട് ചെയ്യാൻ പറ്റിയെന്നുണ്ടാവില്ല. അപ്പോൾ നമ്മൾ എന്താക്കണം, നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ ഒരു $300-400 കൺവേർട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഏത് രാജ്യത്ത് പോയാലും ഡോളറിന് അത്യാവശ്യം കൺവേർഷൻ റേറ്റ് കിട്ടും. ഡോളർ എല്ലായിടത്തും ആക്സെപ്റ്റും ചെയ്യും. അതുകൊണ്ട് ഡോളർ എടുത്ത് വെക്കുന്നത് എന്തുകൊണ്ടും ഒരു ബെറ്റർ സംഭവമായിരിക്കും. പിന്നെ നമ്മൾ പോയി ഇറങ്ങുമ്പം അവിടെ മണി എക്സ്ചേഞ്ച് ഉണ്ടാവും എയർപോർട്ടിൽ, പക്ഷെ അവിടെ ഭയങ്കര പൈസ കുറവായിരിക്കും. ഇപ്പോൾ നമ്മൾ അതിന് അവിടുന്ന് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഹോട്ടലിൽ എത്താനുള്ള അല്ലെങ്കിൽ കുറച്ചൊരു പൈസ മൊത്തം അവിടെ നിന്ന് എടുക്കാണ്ട് കുറച്ച് പൈസ മാത്രം അവിടെ നിന്ന് കൺവേർട്ട് ചെയ്തിട്ട് പുറത്തിറങ്ങുക. പിന്നെ ഡാറ്റ പ്ലാന് ഒന്നെങ്കിൽ നമ്മൾ ഇവിടെയുള്ള, ഞാൻ യൂസ് ചെയ്യുന്ന എയർടെലാണ്. എയർടെൽ ഓൾമോസ്റ്റ് കുറേ കൺട്രീസിൽ നല്ല കവറേജ് കിട്ടുന്നതാണ്. അപ്പം ഞാൻ ഇവിടുന്ന് പോകുമ്പം എയർടെലിൻ്റെ ഇൻ്റർനാഷണൽ റോമിങ് ഉള്ള ഒരു പാക്ക് മേടിച്ചിടും. ഒരു 10 ദിവസത്തേന് $700-800 അങ്ങനെ എന്തോ ഉള്ളൂ. 3 GB കിട്ടും. അത് മേടിച്ചിട്ട് അതുകൊണ്ടാണ് ഞാൻ പോകുന്നത്. അപ്പം നമ്മൾ അവിടെ ലാൻഡ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നെറ്റ് കിട്ടാൻ തുടങ്ങും. അല്ലെങ്കിൽ നമ്മൾ അവിടെ ലാൻഡ് ചെയ്യുമ്പം മിക്ക എയർപോർട്ടിലും വൈഫൈ ഉണ്ടാവും, ഫ്രീ വൈഫൈ ഉണ്ടാവും. പക്ഷെ അത് എത്രത്തോളം കിട്ടുമെന്ന് അറിയത്തില്ല. എന്നാലും ഞാൻ പോയ എയർപോർട്ടിലെല്ലാത്തിലും അത്യാവശ്യം എല്ലാത്തിലും ഇത് കിട്ടുന്നുണ്ടായിരുന്നു, വൈഫൈ കിട്ടുന്നുണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ അവിടുന്ന് ഇപ്പം നമ്മൾ ഇൻ്റർനാഷണൽ റോമിങ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്നെങ്കിൽ 2 ഓപ്ഷൻ ഉണ്ട്. ഒന്ന് സിം എടുക്കാം, നമുക്ക് നമ്മൾ പോകുന്നതിന് മുമ്പ് സിം എടുത്ത് വെക്കാം. സിമ്മും അടിപൊളിയാണ്. പിന്നെ ഉള്ളത് അവിടെ ചെന്ന് ഇറങ്ങിയിട്ട് അവിടെ നിന്നുള്ള സിം എടുക്കുക. ഇപ്പോൾ കുറേ പേര് സിം കളക്ട് ചെയ്യാൻ വേണ്ടി അങ്ങനത്തെ കുറേ പരിപാടിയൊക്കെ ചെയ്യുന്നുണ്ട്, എല്ലാ രാജ്യത്തും പോയിട്ട് സിം എടുക്കുന്നത്. അതാണ് ഏറ്റവും പൈസ കുറഞ്ഞുള്ള പരിപാടി. പക്ഷെ നമുക്ക് ഈ സിം മാറ്റിയിടണം, അങ്ങനത്തെ കുറേ പരിപാടികളൊക്കെ ചെയ്യേണ്ടി വരും. നോർമൽ സംഭവം തന്നെ. പക്ഷെ അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുറേ ഡാറ്റയും കിട്ടും. നമുക്കിവിടെ കിട്ടുന്ന പോലെ 30 GB 40 GB എന്നൊക്കെ പറഞ്ഞ് ഡാറ്റ കിട്ടും. മറ്റേ ഇൻ്റർനാഷണൽ റോമിംഗ് ആണെങ്കിൽ ഭയങ്കര ലിമിറ്റഡ് ആയിരിക്കും, ഒരു 3 GB 2 GB അങ്ങനെയൊക്കെ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ സിം അവിടെ ഇറങ്ങി എടുക്കുന്നത് നല്ലതായിരിക്കും. പക്ഷെ നമ്മുടെ പാസ്പോർട്ടും കാര്യങ്ങളും അങ്ങനത്തെ സംഭവങ്ങളെല്ലാം നമ്മളവിടെ സബ്മിറ്റ് ചെയ്യേണ്ടി വരും. പാസ്പോർട്ടിൻ്റെ ഒറിജിനൽ അല്ല കേട്ടോ, കോപ്പി നമ്മളിവിടുന്ന് എങ്ങനെ ആധാർ കാർഡ് കൊടുത്ത് സിം എടുക്കുന്നത് അതേപോലെ തന്നെ അവിടെ നിന്നും ചെയ്യേണ്ടി വരും. പിന്നെ ഉള്ളത് വേറെ എന്താ ഉള്ളത്, എല്ലാ രാജ്യത്തും പോയി ഇറങ്ങുമ്പം അവർ എന്തിനാണ് പർപ്പസ്, എന്തിനാണ് നമ്മൾ വന്നേക്കുന്നത്, പിന്നെ എന്നാണ് തിരിച്ചു പോകുന്ന റിട്ടേൺ ടിക്കറ്റ്, പിന്നെ എവിടെയാണ് താമസിക്കുന്നത്, അതിൻ്റെ ഡീറ്റെയിൽസ്, ഇങ്ങനെയുള്ള സാധനങ്ങൾ എന്തായാലും ചോദിക്കും. എല്ലാ ഇമിഗ്രേഷനിലും ചോദിക്കും. അപ്പം നമ്മുടെ കയ്യിൽ ഒന്നെങ്കിൽ നമ്മുടെ ഫോണിലുണ്ടാവണം, അല്ലെങ്കിൽ നമ്മൾ പ്രിൻ്റ് എടുത്ത് വെച്ചിരിക്കണം ഈ സംഭവങ്ങളെല്ലാം. എവിടെയാണ് നിൽക്കുന്നത്, എന്നാണ് നമ്മൾ തിരിച്ചു പോകുന്നത്, ആ കാര്യങ്ങളൊക്കെ. കാരണം അതെന്തായാലും ചെക്ക് ചെയ്യും അവർ. അത് രണ്ടും മസ്റ്റാണ്. പിന്നെ ഞാനൊന്ന് ആലോചിച്ച് നോക്കട്ടെ, എനിക്ക് പറ്റിയ മണ്ടത്തരങ്ങളല്ല,
പിന്നെ ഫസ്റ്റ് ടൈമാണ് നമ്മൾ പ്ലെയിനിൽ കയറാൻ പോകുന്നതെങ്കിൽ ഒരു കോട്ട് അല്ലെങ്കിൽ ഒരു ഹുഡി പോലത്തെ സാധനങ്ങളൊക്കെ കുറച്ച് കട്ടിയുള്ള തുണി അത് മേടിച്ച് വെക്കുന്നത് നല്ലതായിരിക്കും. നമ്മൾ ഈ കൈയില്ലാത്ത തുണിയോ അല്ലെങ്കിൽ നമ്മൾ ഈ സ്ലീവ്ലെസ്സോ അല്ലെങ്കിൽ തീരെ നൈസായിട്ടുള്ള സാധനം ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ പ്ലെയിനിൽ ഒടുക്കത്തെ തണുപ്പായിരിക്കും. അതിനകത്ത് AC കിട്ടി കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോഴേക്കും വിറയ്ക്കാൻ തുടങ്ങും. നേരെ തലേൻ്റെ മുകളിൽ നിന്ന് ഇങ്ങനെ അടിച്ച് വരും. അത് ഓഫാക്കാനൊക്കെ പറ്റും ഇങ്ങനെ തിരിച്ചിട്ട്, എന്നാലും നല്ല തണുപ്പായിരിക്കും. ചില എയർലൈൻസിൽ ഭയങ്കര തണുപ്പായിരിക്കും. അപ്പം കുറച്ച് കട്ടിയുള്ള സാധനം ഇടുവാണെങ്കിൽ നന്നായിരിക്കും. പിന്നെ നമ്മൾ അത്യാവശ്യം ലോങ്ങൊക്കെയാണ് പോകുന്നതെങ്കിൽ നമ്മൾ ഈ നെക്ക് പില്ലോ ഇല്ലേ, അതും വെക്കുന്നത് നല്ലതായിരിക്കും. കാരണം നമുക്ക് ഉറങ്ങാൻ അതും കൊണ്ട് കുറച്ച് സുഖം. മറ്റേ നമ്മളിങ്ങനെ കിടന്നിട്ട് കഴുത്ത് ഇങ്ങനെ ചെരിഞ്ഞിട്ട് കുറേ കഴിയുമ്പോൾ നമ്മുടെ കഴുത്തൊക്കെ വേദന എടുക്കാൻ തുടങ്ങും. നമ്മൾ ഉദ്ദേശിച്ച പോലെ ഒന്നും ഉറങ്ങാൻ പറ്റില്ല. ബഡ്ജറ്റ് നമ്മൾ എക്കണോമിയിലാണല്ലോ നമ്മൾ മിക്കവരും ബഡ്ജറ്റ് ട്രിപ്പുകളല്ലേ പോകുന്നത്. അവിടെ പരിപാടിയൊക്കെ ഭയങ്കര പ്രശ്നമായിരിക്കും. പിന്നെ ഉള്ളത് ഒരു ക്രെഡിറ്റ് കാർഡ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ നല്ലതാണ്. കാരണം നമ്മൾ പൈസയും കൊണ്ട് ചിലവാക്കുന്നതിന് പകരം ക്രെഡിറ്റ് കാർഡ്, ഒരു ഇൻ്റർനാഷണൽ കാർഡൊക്കെ ഉണ്ടെങ്കിലും, അല്ലെങ്കിൽ ഒരു ഫോറക്സ് കാർഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മണി അല്ലാണ്ട് ഫോറിൻ എക്സ്ചേഞ്ച് റേറ്റ് അത് കിട്ടുന്ന അങ്ങനത്തെ പറയണ്ട. അല്ലെങ്കിൽ നമ്മളൊരു ക്രെഡിറ്റ് കാർഡ് എടുത്ത് വെക്കുന്നത് നന്നായിരിക്കും. കാരണം ക്രെഡിറ്റ് കാർഡ് ഒരു വിസ അല്ലെങ്കിൽ മാസ്റ്റർ കാർഡൊക്കെ ആണെങ്കിൽ എല്ലായിടത്തും ആക്സെപ്റ്റ് ചെയ്യും. നമ്മൾ ഈ അവിടെ പോയി നമ്മുടെ ഡെബിറ്റിൽ നിന്ന് പൈസ വലിച്ചെടുക്കുന്നതിനേക്കാളും നല്ലത് ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്തിട്ട് പർച്ചേസ് ചെയ്യുന്നതാണ്. പിന്നെ വേറൊരു അഡ്വാൻറ്റേജും കൂടെയുണ്ട്. ഈ ഏതൊക്കെ ബാങ്കുകളാണോ ക്രെഡിറ്റ് കാർഡിൽ ലോഞ്ച് ആക്സസ് കൊടുക്കുന്നത്, അങ്ങനത്തെ ക്രെഡിറ്റ് കാർഡ് എടുത്ത് വെക്കുന്നത് നന്നായിരിക്കും. കാരണം ഈ എയർപോർട്ടുകളിലൊക്കെ ഫുഡിന് അത്യാവശ്യം നല്ല പൈസയാണ്. അപ്പം നമുക്ക് ഈ ലോഞ്ച് ആക്സസ് ഉള്ള കാർഡുകളുണ്ടെങ്കിൽ ഇവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഫ്രീ ആയിട്ട് അവരുടെ ലോഞ്ച് യൂസ് ചെയ്യാൻ പറ്റും. ലോഞ്ചിനകത്ത് നമുക്ക് അൺലിമിറ്റഡ് ഫുഡ് കഴിക്കാം. പിന്നെ വലിയ ലോഞ്ചുകളൊക്കെ ആണെങ്കിൽ നമുക്ക് അവിടെ റെസ്റ്റ് ചെയ്യാം, അവിടെ കുളിക്കാനുള്ള സ്ഥലം ഉണ്ടാവും, കിടന്നുറങ്ങാനുള്ള സ്ഥലം ഉണ്ടാവും. അങ്ങനത്തെയൊക്കെ ലോഞ്ചുകൾ ഇഷ്ടം പോലെ ഉണ്ട്. ഇപ്പം നമ്മുടെ കൊച്ചിയിൽ പണ്ട് അങ്ങനെ ഉണ്ടായിരുന്നു. ഇപ്പം അതൊക്കെ മാറ്റി 2 ആക്കി അവർ. ഒന്ന് ബിസിനസ്സും ഒന്ന് എക്കണോമിയും, രണ്ടും 2 ആക്കി. കൊച്ചിയിലിപ്പം എക്കണോമീൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ അതിനകത്ത് ഫുഡിൻ്റെ കാര്യങ്ങളും പിന്നെ വാഷ്റൂമും കാര്യങ്ങളൊക്കെ ഉള്ളൂ. പണ്ടായിരുന്നു അവിടെ കിടക്കാനുള്ള സാധനമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ലഗേജ് എന്ന് പറയുമ്പം നമ്മൾ രണ്ട് ടൈപ്പ് ലഗേജ് നമുക്ക് കൊണ്ടുപോകാം. ഒന്ന് നമുക്ക് നമ്മുടെ ക്യാരി ഓൺ, അതായത് ക്യാബിൻ ബാഗ് എന്ന് പറയും. ക്യാബിൻ ബാഗ് എന്ന് പറയുമ്പം 7 കിലോ ആണ് ഇപ്പോൾ പറ്റുള്ളൂ. ചില എയർലൈൻസ് ഭയങ്കര കമ്പൽസറി ആയിട്ട് അത് നോക്കുന്നുണ്ട്. നമ്മുടെ കയ്യിലുള്ള സാധനവും ഇതും കൂടെ കൂടി നമുക്ക് വേണമെങ്കിൽ ഒരു ക്യാബിൻ ബാഗും അല്ലെങ്കിൽ നമ്മൾ ഒരു സൈഡ് ബാഗ് പോലത്തെ സാധനമില്ല, പാസ്പോർട്ടൊക്കെ ഇടാൻ പറ്റുന്ന അങ്ങനത്തെ സാധനം കൊണ്ടുപോകാം. മിക്കവരും കുഴപ്പമൊന്നുമില്ല എന്നാണ് പറയുന്നത്. പക്ഷെ ചില എയർലൈൻസ് അത് ഭയങ്കരമായിട്ട് ചെക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ 2 കൂടെ കൂട്ടിയിട്ട് 7 കിലോത്തിൽ കൂടുതലുണ്ടെങ്കിൽ നമ്മൾ എക്സ്ട്രാ പൈസ കൊടുക്കേണ്ടി വരും. ഇപ്പം ശരിക്കും പറഞ്ഞാൽ 7 കിലോ അതാണ് ക്യാബിൻ ബാഗിൽ പറ്റുള്ളൂ. അതിനകത്ത് നമുക്ക് നമ്മുടെ കയ്യിലുള്ള ബാറ്ററി പോലത്തെ സാധനങ്ങളില്ലേ, അതൊക്കെ നമ്മൾ ക്യാബിൻ ബാഗിൽ വെക്കണം. മറ്റേന്ന് പറഞ്ഞാൽ വലിയ ബാഗ്, 7 കിലോത്തിൽ കൂടുതലുള്ള ബാഗ് നമ്മുടെ കയ്യിലായിരിക്കില്ല ഉണ്ടാവുക. അത് ലഗേജ് വേറൊരു സ്ഥലത്തേക്കായിരിക്കും പോവുക. നമ്മൾ ഈ പ്ലെയിനിന് നമ്മളിരിക്കുന്നതിൻ്റെ അടിയിൽ കൊണ്ട് കയറ്റി വെച്ചിട്ട് കണ്ടിട്ടില്ലേ, അങ്ങനെയാണ് അത് കൊണ്ടുപോവുക. അപ്പം അതിനകത്ത് നമ്മൾ ഈ ബാറ്ററി, പിന്നെന്താ, ബാറ്ററിയാണ് മെയിനായിട്ട് നോക്കേണ്ടത്. ബാറ്ററി പോലത്തെ സാധനങ്ങൾ ഇടാൻ പാടില്ല. ഇപ്പോൾ പവർ ബാങ്കോ അല്ലെങ്കിൽ ഫോണോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സാധനം ഉണ്ടെങ്കിൽ നമ്മൾ ലഗേജിലിട്ട് കഴിഞ്ഞാൽ അവന്മാരത് കുത്തി പൊളിച്ചെടുക്കും. ആ സാധനമൊക്കെ നമ്മുടെ കയ്യിലുള്ള ബാഗിലേ വെക്കാൻ പാടുള്ളൂ. പിന്നെ നമ്മുടെ കയ്യിലുള്ള ഇപ്പോൾ ഈ നഖം വെട്ടി, കത്തി, ഈ ഷാർപ്പായിട്ട് ഒബ്ജക്റ്റുകളില്ലേ, കത്തിയൊന്നും കൊണ്ടുപോകാനേ പാടില്ല കേട്ടോ. നഖം വെട്ടി അങ്ങനത്തെ കുറച്ച് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ ഈ പറഞ്ഞ ലഗേജ് നമ്മുടെ കയ്യിലില്ലാത്ത വലിയ ബാഗിൽ വേണം വെക്കാൻ. നമ്മുടെ കയ്യിൽ നമ്മൾ ഉള്ളിൽ കയറുമ്പോൾ ഷാർപ്പായിട്ടുള്ള ഒരു സാധനം കൊണ്ടുപോകാൻ പാടില്ല. പിന്നെ ഇപ്പം എന്താ, പിന്നെ ഇൻ്റർനാഷണൽ ട്രിപ്പുകളാണെങ്കിൽ നമ്മൾ ഒരു 3 മണിക്കൂർ മുമ്പെങ്കിലും നമ്മൾ എയർപോർട്ടിലെത്തണം. 3 മണിക്കൂർ മുമ്പ്
ചെക്ക് ഇൻ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ നമ്മളവിടെ പോയിട്ട് ഇതെങ്ങനെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ആദ്യം ടിക്കറ്റ് എടുക്കൂലേ, ടിക്കറ്റ് എടുത്ത് കഴിയുമ്പോൾ ടിക്കറ്റ് എടുക്കുന്ന സമയത്ത് നമ്മൾ പാസ്പോർട്ടും നമ്മുടെ നെയിമും കാര്യങ്ങളെല്ലാം പക്കായിട്ട് കൊടുക്കണം. അതൊന്നും തെറ്റിച്ച് കൊടുക്കരുത്. തെറ്റിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഫുള്ള് പ്രശ്നമായിരിക്കും. അപ്പോൾ ഈ പാസ്പോർട്ടും കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പം ഓൾറെഡി നമ്മുടെ സംഭവങ്ങളെല്ലാം അവിടെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ എയർപോർട്ടിൽ പോയിട്ട് എയർപോർട്ടിൽ ഫസ്റ്റ് കയറുമ്പോൾ നമ്മൾ നമ്മുടെ ടിക്കറ്റും പാസ്പോർട്ടും കാണിക്കേണ്ടി വരും. സെക്യൂരിറ്റിയിൽ ഏറ്റവും പുറത്തിട്ടോ. അതിൻ്റെ ഉള്ളിലോട്ട് കയറി കഴിഞ്ഞ് നമ്മുടെ പ്ലെയിന് നമ്മൾ ബുക്ക് ചെയ്ത പ്ലെയിനിൻ്റെ കൗണ്ടർ ഏതാന്ന് നോക്കണം, ചെക്ക് ഇൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടോ എന്ന്. അപ്പോൾ നോക്കിക്കഴിയുമ്പം ഇങ്ങനെ 1 2 3 എന്നൊക്കെ പറഞ്ഞ് കുറേ സംഭവങ്ങളുണ്ടാവും. അതിലിപ്പം എയർ ഏഷ്യ ആണ്, എയർ ഏഷ്യേൻ്റെ കൗണ്ടർ ഉണ്ടാവും. അല്ലെങ്കിൽ ഇൻഡിഗോ ആണ്, ഇൻഡിഗോൻ്റെ കൗണ്ടർ ഉണ്ടാവും. ഇപ്പം എമിറേറ്റ്സ് ആണ്, എമിറേറ്റ്സിൻ്റെ കൗണ്ടർ ഉണ്ടാവും. അങ്ങനെ കുറേ കൗണ്ടർ ഉണ്ടാവും. അപ്പോൾ നമ്മളവിടെ ഒരു ബോർഡ് ഉണ്ടാവും. ആ ബോർഡിൽ നോക്കിയിട്ട് നമ്മുടെ കൗണ്ടർ ഏതാണെന്ന് കണ്ടുപിടിക്കണം. ആ കൗണ്ടറിൽ ചെന്നിട്ട് നമ്മുടെ പാസ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ ടിക്കറ്റ് ടിക്കറ്റ് കാണിക്കാം, അല്ലെങ്കിൽ നമ്മൾ പാസ്പോർട്ട് അത് ഏതെങ്കിലും കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവിടുന്ന് ടിക്കറ്റ് തരും, നമ്മുടെ ശരിക്കുള്ള ടിക്കറ്റ്. ആ ടിക്കറ്റ് തരുമ്പോൾ നമുക്ക് ഇപ്പോൾ വിൻഡോ സീറ്റൊക്കെ വേണമെങ്കിൽ ആ ടൈമിലാണ് നമ്മൾ ചോദിക്കേണ്ടത്, ചേച്ചി എനിക്ക് ആദ്യമായിട്ടാണ് പോകുന്നത്, വിൻഡോ സീറ്റ് തരാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ചിലവർ തരും കേട്ടോ. 2 പേരൊക്കെയാണ് പോകുന്നതെങ്കിൽ അല്ലെങ്കിൽ തരും. ഇപ്പം നമ്മൾ നേരത്തെ ബുക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടാൻ ചാൻസ് ഉണ്ട്. എനിക്ക് കിട്ടിയിട്ടുണ്ട് കുറേ പ്രാവശ്യത്ത്. പിന്നെ അവിടെയാണ് നമ്മൾ ഈ ഒരു സ്ഥലത്താണ് നമുക്ക് ടിക്കറ്റ് കിട്ടുന്നത്. നമ്മുടെ ബാഗൊക്കെ നോക്കി നമ്മുടെ ലഗേജ് അവിടുന്ന് പിന്നെ അവർ വേറെ സ്ഥലത്തേട്ട് പറഞ്ഞു വിടും. പിന്നെ നമ്മൾ ബാഗ് കൊണ്ടുപോകണ്ട, നമ്മുടെ ക്യാബിൻ ബാഗ് അല്ലാത്ത മറ്റേ ബാഗ് അവർ കൊടുത്തു വിടും. അവിടെ നിന്നാണ് എത്ര വെയിറ്റ് ഉണ്ട് കാര്യങ്ങളൊക്കെ നോക്കുന്നത്. ഈ ലഗേജിൽ നമുക്ക് വേണേലും എത്ര വേണേലും ഒരു 40-50 കിലോ ഒക്കെ വേണേലും നമുക്ക് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് എക്സ്ട്രാ വേണമെങ്കിൽ എക്സ്ട്രായും ചെയ്യാം. പക്ഷെ അതിന് പൈസ കൊടുക്കേണ്ടി വരും. ഇപ്പം സാധാരണ 20ലാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുക, 20 kg. 20 kgക്ക് നമ്മുടെ എങ്ങോട്ടാണോ പോകുന്നത് അതിനനുസരിച്ച് നമ്മുടെ ടിക്കറ്റ് അല്ലാണ്ട് ഇപ്പോൾ ഒരു 12,000 രൂപയാണ് നമ്മുടെ ടിക്കറ്റെങ്കിൽ അതിൻ്റെ കൂടെ ഒരു 4,000-5,000 രൂപ ആഡ് ചെയ്യേണ്ടി വരും. ഈ ഒരു 20 kg ബാഗ് എക്സ്ട്രാ നമ്മൾ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ ഈ വലിയ ബാഗിന് നമ്മൾ എന്തായാലും എക്സ്ട്രാ പൈസ കൊടുക്കേണ്ടി വരും. പിന്നെ ചില എയർലൈൻസ് കോംപ്ലിമെൻ്ററി ആയിട്ട് ഒരു 20 kg കൊടുക്കുന്നുണ്ട്. ഇപ്പം ഞാൻ ബാലി പോയ ടൈമിൽ ബാറ്റിക് എയർ എന്ന് പറഞ്ഞൊരു എയറിലാണ് പോയത്. അത് മലേഷ്യേൻ്റെ ഒരു എയർലൈൻസാണ്. അതിനകത്ത് ഈ 20 kg നമ്മൾ എല്ലാവർക്കും കോംപ്ലിമെൻ്ററി ആയിരുന്നു. അങ്ങനെ കുറേ എയർലൈൻസ് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ എയർ ഏഷ്യയിലൊക്കെ പോയി കഴിഞ്ഞാൽ അതിനകത്തില്ല. അതിനകത്ത് നമ്മൾ എക്സ്ട്രാ പൈസ കൊടുത്തിട്ട് വേണം നമ്മൾ ലഗേജ് മേടിക്കാൻ. ഇപ്പോൾ നമ്മുടെ ലഗേജ് ഒരു 20 kg അല്ല, ഒരു 30 kg ഉണ്ടെങ്കിൽ നമുക്ക് 30 kgൻ്റെ അതിനകത്ത് ആഡ് ചെയ്യാം. ഇപ്പം നമുക്ക് ഒരു ലഗേജ് അല്ല 2 ലഗേജ് വേണമെങ്കിൽ അങ്ങനെ ആഡ് ചെയ്യാം. അങ്ങനെയൊക്കെ ആഡ് ചെയ്യാനുള്ള ഫെസിലിറ്റീസ് ഉണ്ട്. പിന്നെ ആളെ ഈ ടിക്കറ്റ് മേടിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഫസ്റ്റ് നമ്മൾ എയർപോർട്ടിനകത്ത് കയറുന്നു, ടിക്കറ്റ് മേടിക്കുന്ന കൗണ്ടറിൽ പോകുന്നു, അവിടുന്ന് ടിക്കറ്റ് മേടിക്കുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ കൺട്രിയിലെ ഇമിഗ്രേഷൻ്റെ സ്ഥലത്തേക്കാണ്. ഈ ടിക്കറ്റ് എടുക്കുന്ന സ്ഥലത്തും ചോദിക്കും കേട്ടോ, നമ്മൾ എന്തിനാണ് പോകുന്നത്, പർപ്പസ് എന്താണ്, അവിടുന്ന് തിരിച്ചു വരാനുള്ള ടിക്കറ്റ് ഉണ്ടോ കയ്യിൽ, അവിടെ സ്റ്റേ ചെയ്യാനുള്ള സ്ഥലമുണ്ടോ, അങ്ങനത്തെയൊക്കെ ചില സ്ഥലത്ത് ചോദിക്കും. പിന്നെ നമ്മൾ പോകുന്ന സ്ഥലത്ത്, അതായത് നമ്മളിപ്പോൾ ഇവിടുന്ന് ഇന്ത്യയിൽ നിന്നാണ് പോകുന്നതെങ്കിൽ അവിടുത്തെ ഇമിഗ്രേഷനിൽ ചെന്നിട്ട് അവിടെ നമ്മുടെ അവർ ചോദിക്കും എങ്ങോട്ടാണ് പോകുന്നതെന്നൊക്കെ ചോദിക്കും അവിടുന്ന്. എന്നിട്ട് അവിടുന്ന് സ്റ്റാമ്പ് ചെയ്യും, നമ്മൾ ഇന്ത്യയിൽ നിന്ന് പുറത്തേക്ക് പോകാമെന്ന് പറഞ്ഞു ഔട്ട് എന്ന് പറഞ്ഞിട്ട് സ്റ്റാമ്പ് ചെയ്ത് തരും നമ്മുടെ പാസ്പോർട്ടിൽ ഡേറ്റൊക്കെ വെച്ചിട്ട്. ഇന്ന ഡേറ്റിൽ നമ്മൾ ഇന്ത്യയിൽ നിന്ന് പുറത്തേട്ട് പോകാമെന്ന്. എന്നിട്ട് നമ്മൾ ആ ഇമിഗ്രേഷൻ കൗണ്ടറിൽ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ബാഗെല്ലാം കൊടുത്തിട്ട് ചെക്ക് ചെയ്യുന്ന പരിപാടിയുണ്ട്. നമ്മുടെ ബാഗും നമ്മളൊക്കെ ചെക്ക് ചെയ്യും. അപ്പം മിക്ക സ്ഥലത്തും നമ്മുടെ ബാഗിൽ ഇപ്പോൾ ലാപ്ടോപ്പ്, മൊബൈൽ, അങ്ങനെ ഇലക്ട്രോണിക് സാധനങ്ങളുണ്ട്, അതെല്ലാം എടുത്തിട്ട് നമ്മൾ പുറത്ത് വെക്കണം. ഒരു പെട്ടി തരും, ആ പെട്ടിക്കകത്ത് എടുത്ത് വെച്ചിട്ട് ഈ സാധനങ്ങളെല്ലാം വയറും കാര്യങ്ങളും ഒക്കെ എടുത്ത് പുറത്ത് വെച്ച്, ക്യാമറയോ എന്ത് സാധനം ഉണ്ടെങ്കിലും അതൊക്കെ എടുത്ത് പുറത്ത് വെച്ചിട്ട് സ്കാൻ ചെയ്യാൻ കയറ്റണം. പിന്നെ നമ്മളും ചെക്ക് ചെയ്യും. ചില സ്ഥലങ്ങളിൽ വാച്ചും ബെൽറ്റും ഒക്കെ അഴിക്കാൻ പറയും. ചിലയിടത്ത് നമ്മൾ ലാപ്ടോപ്പും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചാൽ മാത്രം മതി. ഇപ്പം കൊച്ചിയിലാണെങ്കിൽ എല്ലാം അഴിക്കാൻ പറയും. നേരത്തെ ഷൂ വരെ അഴിക്കുകയായിരുന്നു. ഇപ്പോൾ ഷൂ
ചില സമയങ്ങളിൽ ഷൂ അഴിപ്പിക്കുന്നില്ല, പക്ഷെ ചിലപ്പം ഷൂ അഴിപ്പിക്കുന്നുണ്ട്. വേറെ ഇപ്പം എന്താ, അവിടെ പോയി ഇറങ്ങിയിട്ട് ഇത് നമ്മളിവിടുന്ന് കയറ്റി വിട്ടല്ലോ. ഇനി നമ്മൾ അവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ നേരെ ഇറങ്ങി വന്ന് ഫസ്റ്റ് പോയിട്ട് നമ്മൾ ഇമിഗ്രേഷൻ ചെയ്യണം. അതായത് നമ്മൾ ആ കൺട്രി കയറാൻ പോകാന്നുള്ള, നമ്മൾ ഇവിടുന്ന് ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് പോകുമ്പോൾ ഔട്ട് അടിച്ച് തരുന്ന പോലെ അവിടെ പോയിട്ട് സ്റ്റാമ്പ് ചെയ്യണം. അവിടെ ഇന്നെന്ന് പറഞ്ഞിട്ട് ഏത് ഡേറ്റ് ആണോ അത് പറഞ്ഞിട്ട് സ്റ്റാമ്പ് ചെയ്ത് തരും. അവിടെയാണ് ശരിക്കും നമ്മളോട് ഇതൊക്കെ ചോദിക്കുന്നത്. തിരിച്ചു പോകുന്ന ടിക്കറ്റും എവിടെയാണ് സ്റ്റേ ചെയ്യുന്നതും എന്താണ് പർപ്പസ് എന്നൊക്കെ അവിടെ ചോദിക്കും. അത് കഴിഞ്ഞിട്ട് അവിടുന്ന് പുറത്തിറങ്ങി നമ്മുടെ ബാഗ് കളക്ട് ചെയ്യണം. നമ്മൾ ലഗേജ് കൊടുത്തു വിട്ടല്ലോ, ആ സംഭവം വേറൊരു കൗണ്ടറിലായിരിക്കും വരുന്നത്, ലഗേജ് എന്ന് പറഞ്ഞ സ്ഥലത്ത്. അവിടെ പോയി നമ്മുടെ ബാഗും കളക്ട് ചെയ്തിട്ട് നമുക്ക് പുറത്തിറങ്ങാം. പിന്നെ നമ്മൾ ഏഷ്യയിൽ എവിടെയെങ്കിലുമൊക്കെയാണ് പോകുന്നതെങ്കിൽ നമ്മുടെ കയ്യിൽ ഈ കുറച്ച് ആപ്ലിക്കേഷൻ ഉള്ളത് നന്നായിരിക്കും. ഒന്ന് ഗ്രാബ്. മിക്ക സ്ഥലത്തും നമ്മുടെ ഊബറാണ് ഗ്രാബ്. ഊബറിൻ്റെ ഒരു സംഭവമാണ് ഗ്രാബ്. അതുണ്ടെങ്കിൽ നമുക്ക് വണ്ടി ബുക്ക് ചെയ്യാം, ഫുഡ് ബുക്ക് ചെയ്യാം, അങ്ങനത്തെ എല്ലാ സാധനവും ഈ ഗ്രാബിൽ കൂടെ നടക്കും. അപ്പോൾ നമ്മുടെ കാർഡ് നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ ആഡ് ചെയ്തിട്ട് ഗ്രാബ് ഇൻസ്റ്റാൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഈസി ആയിട്ട് അതിനകത്ത് പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ നടക്കുകയും ചെയ്യും. അതാണ് ഏറ്റവും നല്ലത്. പിന്നെ ഗൂഗിൾ മാപ്പ് നോക്കിയാണ് നമ്മൾ പോകുന്നത് മൊത്തം. പിന്നെ ഇൻ്റർനാഷണൽ ഡ്രൈവിംഗ് പെർമിറ്റ് വേണമെന്ന് കുറേ കൺട്രീസിൽ പറയുന്നുണ്ട്. അത് എടുത്തു വെക്കുന്നത് നന്നായിരിക്കും. ഇപ്പോൾ നമ്മൾ 1 വർഷം കണ്ടാന്ന് തോന്നുന്നു അതിൻ്റെ സംഭവം ഉള്ളത്. ഇപ്പം ബാലിയിലൊക്കെ പോവുകയാണെങ്കിൽ ഇൻ്റർനാഷണൽ പെർമിറ്റ് വേണമെന്നില്ല, നമ്മുടെ നാട്ടിലുള്ള ഫിസിക്കൽ കാർഡ് നമ്മുടെ കയ്യിലുണ്ടായിരുന്നാൽ മതി. ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ ആ ഒരു ഡ്രൈവിംഗ് ലൈസൻസ് നമ്മുടെ കയ്യിലുണ്ടായിരുന്നാൽ മതി എന്നാണ് അവിടുത്തെ റിസോർട്ടിലുള്ള ആൾക്കാരൊക്കെ പറഞ്ഞത്. പക്ഷേ ഈ ഇൻ്റർനാഷണൽ ഡ്രൈവിംഗ് പെർമിറ്റ് ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. നമ്മളവിടെ പോയി വണ്ടി ഓടിക്കുന്നുണ്ടല്ലോ കേട്ടോ. ഈ ടൂറിസ്റ്റുകൾക്ക് ഈ പ്രൈവറ്റ്, അതായത് റെൻറ്റിന് കൊടുക്കുന്ന വണ്ടികൾ മാത്രമാണ് ഈ ഇൻ്റർനാഷണൽ ഡ്രൈവിംഗ് പെർമിറ്റ് കൊണ്ട് ഓടിക്കാൻ പറ്റുകയെന്നാണ് എനിക്ക് തോന്നുന്നത്. വേറെ ഇപ്പം എന്താ ഉള്ളത്? ഒരു സംഭവം കൂടെ ഉണ്ട്. ഇപ്പം നമ്മൾ കണക്ഷൻ ഫ്ലൈറ്റാണ് എടുക്കുന്നതെങ്കിൽ അതിൽ കുറച്ച് കളികളുണ്ട്. ഇപ്പം നമ്മൾ കൊച്ചിയിൽ നിന്ന് ബാലിക്ക് പോകാമെന്ന് വെച്ചോ, അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ഫ്ലൈറ്റ് ഉണ്ടാവില്ല. ഒന്നെങ്കിൽ നമ്മൾ മലേഷ്യയിൽ ഇറങ്ങിയിട്ട് പോകണം, അല്ലെങ്കിൽ സിംഗപ്പൂർ ഇറങ്ങിയിട്ട് പോകണം. അങ്ങനെ 2 ഓപ്ഷൻ ഉണ്ടെന്ന് വെച്ചോ. അപ്പോൾ മലേഷ്യയിൽ ഇറങ്ങി പോവുകയാണെങ്കിൽ നമുക്ക് ഇന്ത്യക്കാർക്ക് മലേഷ്യ വിസ ഫ്രീ ആണ്, നമുക്ക് അവിടെ വിസയും കാര്യങ്ങളൊന്നും വേണ്ട. പക്ഷെ സിംഗപ്പൂരിൽ വിസയുണ്ട്. ഇപ്പം നമ്മളൊരു പ്ലെയിൻ ബുക്ക് ചെയ്തു, അത് സെയിം എയർലൈൻസിൻ്റെ ആണെന്ന് വെച്ചോ. ഇപ്പോൾ സിംഗപ്പൂർ എയർലൈൻസിൻ്റെ ആണെങ്കിൽ, സെയിം എയർലൈൻസ് എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് സിംഗപ്പൂർ പോകുന്നതും സിംഗപ്പൂരിൽ നിന്ന് ബാലിക്ക് പോകുന്നതും സെയിം എയർലൈൻസ് ആണെങ്കിൽ അവിടെ നമുക്ക് ഈസി ആയിട്ട് ട്രാൻസിറ്റിൽ കൂടെ കയറി പോവാം. പകരം ഇപ്പം നമ്മൾ ഇവിടുന്ന് എയർ ഏഷ്യ ബുക്ക് ചെയ്തു സിംഗപ്പൂർ വരെ, അവിടുന്ന് പിന്നെ വേറെ എയർലൈൻസ്, ഇപ്പം ഇന്തോനേഷ്യൻ എയർലൈൻസോ അല്ലെങ്കിൽ ഫിലിപ്പീൻ എയർലൈൻസോ അങ്ങനെ വേറെ എന്തെങ്കിലും എയർലൈൻസ് ആണെങ്കിൽ പണിപാളും. സിംഗിൾ PNR അല്ലെങ്കിൽ മെയിനായിട്ട് നോക്കേണ്ട സിംഗിൾ PNR കിട്ടണം. കാരണം ഈ സിംഗപ്പൂരിൽ നമുക്ക് വിസ വേണം. നമുക്ക് അവിടെ പോയി ഇപ്പം ഡിഫറെൻ്റ് എയർലൈൻ ആണെങ്കിൽ അവിടെ പോയിട്ട് നമുക്ക് ട്രാൻസിറ്റിൽ കയറാൻ പറ്റില്ല. നമ്മൾ അവിടുന്ന് ചെക്കൗട്ട്, അതായത് ഇമിഗ്രേഷൻ ചെയ്ത് പുറത്തിറങ്ങി അവിടുന്ന് പോയി ബാഗേജ് കളക്ട് ചെയ്ത് വീണ്ടും നമ്മൾ ചെക്ക് ഇൻ ചെയ്യണം. അതെന്ന് പറയുമ്പം നമ്മൾ അവിടുന്ന് ഇമിഗ്രേഷൻ ചെയ്യണേ നമുക്ക് അവിടുത്തെ വിസ വേണം. അപ്പോൾ നമ്മളെന്തായി, അവിടെ പോയി കുടുങ്ങിയില്ലേ, അവിടുന്ന് നമുക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു അവസ്ഥ വരും. അപ്പം അതിന് പകരം നമ്മൾ സെയിം എയർലൈനാണ് ബുക്ക് ചെയ്തതെങ്കിൽ, ഈ ചില സ്ഥലത്ത് ട്രാൻസിറ്റ് വിസ എന്ന് പറയുന്ന സംഭവമുണ്ട്. ഈ സിംഗപ്പൂരിൽ അതുണ്ടോയെന്ന് എനിക്ക് അറിയില്ല കേട്ടോ, അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയണേ. ഈ ട്രാൻസിറ്റ് വിസയും കൂടെ വേണം, അതായത് നമ്മൾ ട്രാൻസിറ്റിൽ കൂടെ കിടന്നു പോകണേലും വിസ വേണം. അപ്പം സിംഗപ്പൂരിൽ അങ്ങനെ വേണമെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. ഈ വിസ വേണ്ട രാജ്യങ്ങളിൽ നമ്മൾ ട്രാൻസിറ്റിൽ കൂടെ പോവുകയാണെങ്കിലും നമുക്ക് ട്രാൻസിറ്റ് വിസ എന്ന് പറഞ്ഞൊരു സാധനം
നമ്മൾ മേടിച്ച് വെക്കണം, അല്ല നമ്മൾ നേരത്തെ ചെയ്തു വെക്കണം. ഇല്ലെങ്കിൽ നമുക്ക് അവിടെ ട്രാൻസിറ്റിലും കയറാൻ പറ്റില്ല. പിന്നെ ഈ സെയിം അവസ്ഥ തന്നെ നമ്മളിപ്പോൾ മലേഷ്യയിൽ കൂടെ പോവുകയാണെങ്കിലും വരും. ഇപ്പം ഡിഫറെൻ്റ് എയർലൈനാണ് നമ്മൾ ബുക്ക് ചെയ്തേക്കുന്നത്, രണ്ട് എയർലൈനാണെങ്കിൽ നമ്മൾ അവിടെ പോയി ഇറങ്ങി അവിടെ ഇമിഗ്രേഷനിൽ പോയി അവിടെ സ്റ്റാമ്പൊക്കെ അടിച്ച് നമ്മൾ പുറത്തിറങ്ങി ബാഗേജ് കളക്ട് ചെയ്ത് പിന്നെ നമ്മൾ അവിടുന്ന് പോയി ചെക്ക് ഇൻ ചെയ്ത് പിന്നെ ഇമിഗ്രേഷൻ ചെയ്ത് അങ്ങനെ കയറണം. അതിലും ഭേദം നമ്മൾ സിംഗിൾ PNR കിട്ടുന്ന സെയിം എയർലൈനിൻ്റെ സംഭവമാണ് ബുക്ക് ചെയ്തതെങ്കിൽ ഇതൊന്നും വേണ്ട. നമ്മളിപ്പം മലേഷ്യയിലെത്തി, ഞാൻ ഇപ്പോൾ ബാലി പോയ കഥ പറയാം. ഞാൻ കൊച്ചിയിൽ നിന്ന് കയറി മലേഷ്യയിലെത്തി. മലേഷ്യയിൽ നമ്മൾ എന്താക്കണം, ട്രാൻസിറ്റ് എവിടെയാണെന്ന് നോക്കണം. ഇറങ്ങിക്കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ട്രാൻസിറ്റിൽ പോയി, നമ്മളിപ്പം കൊച്ചിയിൽ നിന്ന് കയറുമ്പോൾ തന്നെ നമുക്ക് 2 ടിക്കറ്റും അവർ അടിച്ചു തരും. പക്ഷേ ഏത് ഗേറ്റാന്ന് ഉണ്ടാവില്ല. ഇപ്പം കുറച്ച് സമയം വ്യത്യാസമുള്ളതൊക്കെ ആണെങ്കിൽ ഗേറ്റ് ഏതാണെന്ന് ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ അവിടെ പോയി ഇറങ്ങി ട്രാൻസിറ്റിൽ പോകുമ്പോൾ അവിടെ ഒരു സെക്യൂരിറ്റി ഉണ്ടാവും. അവിടെ നമ്മൾ നമ്മുടെ പാസ്പോർട്ടും ഈ ടിക്കറ്റും കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവരവിടെ നിന്ന് കയറ്റി വിടും. നമുക്ക് പിന്നെ ഈ ഇമിഗ്രേഷനും കാര്യങ്ങളും ഒന്നും ചെയ്യണ്ട. നമ്മൾ നേരെ ഗേറ്റ് എവിടെയാണുള്ളത് അങ്ങോട്ടാണ് കയറുന്നത്. അവിടെ പോവുക, അവിടെ പോയി എവിടെയാണോ ഗേറ്റ് അത് തപ്പി കണ്ടുപിടിച്ചാൽ മതി. അല്ലെങ്കിൽ അവിടെ ഒരു ട്രാൻസിറ്റ് കൗണ്ടർ എന്ന് പറഞ്ഞ കൗണ്ടർ ഉണ്ടാവും. അവിടെ പോയിട്ട് നമ്മൾ ടിക്കറ്റ് കാണിച്ചു കഴിഞ്ഞാൽ പുതിയ ഗേറ്റ് ഏതാണ്, അല്ല അവിടെയുള്ള ഏതാണ് ഗേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ കയറുന്ന സ്ഥലമാട്ടോ, മറ്റേ ഗേറ്റല്ല. ഈ പ്ലെയിനിലേക്ക് കയറുന്നതിന് പറയുന്ന പേരാണ് ഗേറ്റ്. അതേതാന്ന് പറഞ്ഞു തരും അവർ, അല്ലെങ്കിൽ പുതിയ ടിക്കറ്റ് അവർ അടിച്ചു തരും. ഈ ട്രാൻസിറ്റ് എന്നുള്ള സ്ഥലത്ത് നമ്മുടെ എല്ലാ എയർലൈൻ്റെയും ഓരോ കൗണ്ടർ ഉണ്ടാവും. അവിടെ പോയി കഴിഞ്ഞാൽ അവർ പുതിയ ടിക്കറ്റ് വേണേൽ അടിച്ചു തരും. അപ്പോൾ അങ്ങനെയാണ് ട്രാൻസിറ്റ് നടക്കുന്നത്.